ഇന്നത്തെ ഗായകനെ ക്ഷണിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ഗസ്റ്റിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒന്നും വാക്കുകളൊന്നും പറയാനില്ല. അദ്ദേഹം ഈ സംഗീതം അരച്ച് കലക്കി കുടിച്ച ഒരു അണ്ണാച്ചിയാണ്. എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഒരു അണ്ണാച്ചിയേ ഉള്ളൂ, അത് ദാറ്റ്സ് മിസ്റ്റർ ശരത്. സോ സ്നേഹപൂർവ്വം ഏറെ ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ സ്വന്തം സുഹൃത്ത് ശ്രീ ശരത്. അണ്ണാച്ചി എന്തോ നമസ്കാരം. നമസ്കാരം. അണ്ണാച്ചി ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നെങ്കിലും അണ്ണാച്ചി പാടിയ രാജാ സാറിന്റെ ഒരു പാട്ടുണ്ട്, അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നു, എന്നുള്ളം കോവിൽ. അത് ഭയങ്കര വൈറലാണ്. ഓ സൂപ്പറായിരുന്നു. ഈ ഒരു ഷോയിൽ പിന്നെയും വരാൻ കഴിഞ്ഞതിൽ കുറേ സന്തോഷം. അണ്ണൻ മുമ്പേ പറഞ്ഞല്ലോ, എല്ലാവരും ഈ ലോകത്തുള്ള എല്ലാവരും ഈ ഷോ നിർത്തരുത്, ഇനിയും പാട്ടുകാരുണ്ട് എന്ന് പറയുന്നതിന്റെ കൂടെ അവർ എഴുതി ചേർത്ത കാര്യം അണ്ണാ, അതിന്റെ കൂടെ അവർ എഴുതിയ ഒരു കാര്യം കൊണ്ടുണ്ട്, നമ്മുടെ അണ്ണാച്ചിയും കൂടെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം. താങ്ക് യു അണ്ണാ. പാടാം നേടാമിന്റെ രണ്ടാം ഊഴത്തിൽ ആദ്യം പാടാനെത്തുന്ന ഗായകൻ സാബു വൈക്കം. സുഖമായിരിക്കുന്നു? സുഖമായിരിക്കും. കാരണം സാബുവിനെ കാണുമ്പോൾ തന്നെ ഒരു തെളിച്ചുകൊണ്ട് ഒരു മാറ്റമുണ്ട്. പാടാം നേടാം എന്ന ഈ പ്രോഗ്രാമിൽ വന്ന് പാട്ടുകളൊക്കെ ആലപിച്ചതിന് ശേഷം ഒരുപാട് പ്രോഗ്രാംസ്, ഗാനമേളയും ഭക്തിഗാനമേളയും ഒക്കെ ഒരുപാട് കിട്ടി എന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ എന്തുകൊണ്ടും പാടാം നേടാം ഈ പാട്ടുകാർക്കെല്ലാം തന്നെ നന്മയെ ഉണ്ടാക്കിയിട്ടുള്ളൂ. തീർച്ചയായും. ഏത് പാട്ടാണ്? ഏതോ നിദ്രതൻ. അപ്പം ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ ഏഴു വർണ്ണങ്ങളും നീർത്തി തളിരിലെത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമാ മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നരികിൽ വന്നുവെന്നോ. എന്തേ ഞാനറിഞ്ഞില്ല ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ. ആ വഴിയോരത്ത് അന്നാർദ്രമാ സന്ധ്യയിൽ ആവണിപ്പൂവായി നീ നിന്നുവെന്നോ. ആ വഴിയോരത്ത് അന്നാർദ്രമാ സന്ധ്യയിൽ ആവണിപ്പൂവായി നീ നിന്നുവെന്നോ. കുറുനിര തഴുകിയ കാറ്റിനോടന്നു നീ ഉള്ളം തുറന്നുവെന്നോ. അരുമയാൽ ആമോഹ പൊൻതൂവലൊക്കെയും പ്രണയനിലാവായി ഒഴിഞ്ഞുവെന്നോ. എന്തേ ഞാനറിഞ്ഞില്ല ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ.
ഈ മൂളം തണ്ടിൽ ചുരന്നൊരൻ പാട്ടുകൾ പാലാഴിയായി നെഞ്ചിൽ നിറച്ചുവെന്നോ ഈ മൂളം തണ്ടിൽ ചുരന്നൊരൻ പാട്ടുകൾ പാലാഴിയായി നെഞ്ചിൽ നിറച്ചുവെന്നോ അതിലൊരുമാമൃതകണങ്ങൾ കോർത്തു നീ അന്നും കാത്തിരുന്നെന്നോ അകതാരിൽ കുറുകിയ വെൺപ്രാക്കളൊക്കെയും അനുരാഗദൂതുമായി പറന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഏതോ നിദ്ര തൻ പൊന്മയിൽ പീലിയിൽ 7 വർണ്ണങ്ങളും നീർത്തി തളിരിലെത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമാ മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നരികിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല സാബു എന്തോ അസലായിട്ട് പറഞ്ഞു. താങ്ക് യു. നല്ല സുഖമുണ്ടായിരുന്നു. കാരണം 2-3 കാര്യങ്ങൾ ഓർമ്മയിൽ വന്നത് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് കോതണ്ടപാണി സ്റ്റുഡിയോയിലാണ്, രവീന്ദ്രൻ മാഷിൻ്റെ പാട്ട്. അതേ കോതണ്ടപാണിയിൽ ഞാൻ വേറൊരു പാട്ട് പാടാൻ പോയപ്പോൾ ഇത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മോഹൻലാൽ അവിടെ വന്നിരുന്നു. അദ്ദേഹം എന്തോ ഒരു പാട്ടിൻ്റെ എന്തോ ഡയലോഗോ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീകുട്ടൻ ഞാനൊരു പാട്ട് കേൾപ്പിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന, എനിക്ക് ടേപ്പ് റെക്കോർഡറാണോ ഫോണാണോ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, അതിൽ ഈ പാട്ട് കേൾപ്പിച്ചു, ഏതോ നിദ്രതൻ. അപ്പം 1 വർഷത്തോളം എനിക്ക് ഐ ക്യാൻ സേ 100% 1 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ പാട്ട് തന്നെയായിരുന്നു. അത്രയ്ക്ക് അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു പാട്ടാണ്. സാബു അസലായിട്ട് പാടിയത്. നന്നായിരുന്നു. മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. ദാസേട്ടന്റെ ശബ്ദത്തിന്റെ സാധ്യതകൾ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു കമ്പോസറാണ് രവീന്ദ്രൻ മാസ്റ്റർ. അത്രേ ഉള്ളൂ. ഉറപ്പായിട്ട്. കാര്യം അദ്ദേഹത്തിന് ആ റേഞ്ച് ഉണ്ട്. രവീന്ദ്രൻ മാസ്റ്റർ അതുപോലെ മുകളിൽ പാടും, അതുപോലെ താഴെയും പാടും. അപ്പൊ എന്തൊക്കെയാലും അതിമനോഹരമായിട്ട് പാടി. പ്രത്യേകിച്ച് ആ ലോ രജിസ്റ്റർ ഒക്കെ ചിലതൊക്കെ വാക്കുകൾ പറയുന്നവരെ ദാസേട്ടൻ പ്രൊണൗൺസ് ചെയ്യുന്ന പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ല അദ്ദേഹത്തെ അതാ